സാർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കൾ. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. ചെല്ലപ്പാ, നീ എങ്ക നില്ലപ്പാ. ரொம்ப கஷ்டம் சார் அவளோட லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை சார். ஒரு சின்ன ரெக்வெஸ்ட் என்ன சார், பாவம் பொண்ணு, அந்த மூத்த பொண்ணுக்கு பருவ பிராயம் 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ. കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ പുള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവള് കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടി ചെയ്തോ അച്ഛനെ മാറ്റിനോടാ നീ ആരോട് മഴ പറഞ്ഞ് പേടിപ്പിക്കാൻ. കള്ളം പറയാൻ ഉണ്ടെന്നെങ്ങനെ അറിഞ്ഞ കൊന്നാളെ ഞാൻ ഇന്താടി അടിച്ചാച്ച്. രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയ പേടിക്കൊന്ന് നോക്കിയതാ. പുറമേ കാണുന്നതിനല്ല, പോഴനല്ല, ട്രെയിൽ ഹെം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്തോണേ. ഇതാ കൊടുക്കാം. മുസ്തഫ ഉറങ്ങിപ്പോയി, ഒന്നെടുത്തോ. ചുണ്ടൻ തുറപ്പിച്ചേക്ക്. എന്നാടാ എങ്ങനെ എപ്പോ? എന്തു പറ്റി? മറ്റോ മിസ്സായി മുസ്തഫയുടെ കയ്യിൽ നിന്ന്. ആര്? ചെല്ലപ്പ. അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ്, ഹിസ്ട്രിയോണിക്സ്. പക്കാ ക്രിമിനലാണ് അവൻ. എന്നാ പിന്നെ വിട്ട എന്തിനാ? കസ്റ്റഡിയിൽ എടുത്തുകൂടായിരുന്നോ നരിക്ക്? ഏയ്, സൂചനകളേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും തോന്നലുകൾ, അല്ലെങ്കിൽ രണ്ടും. കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ, കൂട്ടി നിക്കലടി കഴുതേ. പേടിയുണ്ടോ നരിക്ക്? ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി, ഇറ്റ് വാസ് സോ ഇന്റൻസ്. ആരോ പേടിപ്പിച്ചിട്ടുണ്ട് അവരെ. ചോദിച്ചില്ലേ? നോ, ഷീ കുഡന്റ് ടേക്ക് ഇറ്റ്. അവരെന്തോ ഉറക്കാൻ ടെൻഷൻ അല്ലേ നരിക്ക്?